അപ്പോൾ ഇന്ന് ഞാൻ ഈ കാത് കുത്തിയ സ്ഥലത്ത് നിന്ന് തന്നെ ഇവിടെ മൂക്ക് കുത്താൻ പോവുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് തന്നെ. ചേരുമെന്ന് അറിയാൻ പാടില്ല, എന്തായാലും നോക്കാം. സോ ഗൈസ്, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കുത്താൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് വെച്ചാൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് ഉള്ളിലാണ്. ഒരു ഫസ്റ്റ് ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് കയറി നടന്നു വരുമ്പം. അതല്ല, അതിൻ്റെ സെക്കൻഡ് ജംഗ്ഷനിൽ തന്നെ കാണാം ഈ ബാബു എൻഗ്രേവേഴ്സ് ആൻഡ് പിയേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. ഈ അങ്കിള് ലൈക്ക് ഭയങ്കര പ്രൊഫഷണലാണ്, കുറേ ആയി ചെയ്യുന്നത്. അത്ര എന്താ പറയുക, പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കുകയും ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ മേലെയുള്ള സെക്കൻഡ് സ്റ്റഡ് അവിടെ നിന്നാണ് കുത്തിയത്. പഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഇൻസ്പിറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നെവർ ഹാവ് ഐ എവർ ഹാഡ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അതിൻ്റെ മെയിൻ ക്യാരക്ടർ ഉണ്ട്, മൈത്രേയി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അവളുടെ മൂക്ക് കണ്ടിട്ടാണ് എനിക്കങ്ങനെ കുത്തണം എന്നുള്ള ആഗ്രഹം വന്നത്. അപ്പം ഞാൻ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചെയ്യിപ്പിച്ച് എനിക്ക് ഇതുപോലെ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഈ അങ്കിള് പറഞ്ഞു അത് വേറെ ആൾ, ഇത് വേറെ ആളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അവരുടെ നോസിൽ നിൽക്കുന്ന പോലെ അങ്ങനെ ആ ഒരു രീതിയിൽ ടൈറ്റായിട്ട് തന്നെ നിൽക്കണം എന്നാണ്. അപ്പോൾ അങ്കിള് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ആദ്യം തന്നെ ഒരു ചെറിയ ബോട്ടിൽ ഒരു ചെറിയ സൊല്യൂഷൻ ആക്കി തന്നത്. നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ, കുത്തിയതിന് ശേഷം കിടക്കുന്നതിൻ്റെ മുന്നേ യൂസ് ചെയ്ത് കിടക്കാൻ പറഞ്ഞു. മൂക്കിലൊന്ന് ഒറ്റിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. അതിന് ശേഷം ആൾ റിങ് എടുത്ത്, ഇതാണ് ഈ റിങ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പിയേഴ്സ് ചെയ്യുന്നതും കുത്തിക്കയറ്റുന്നതും. അപ്പോൾ ഇത് സിൽവറിൻ്റെ റിങ് ആണ്. അത് ആൾ ആദ്യം ഒന്ന് നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്ത്, കാരണം ഭയങ്കര ഷാർപ്പായാലല്ലേ കുത്തി ഇങ്ങനെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പം അത് നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്തതിന് ശേഷം ആളുടെ കൈയൊക്കെ നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും ആ സൊല്യൂഷൻ എടുത്തിട്ട് എൻ്റെ മൂക്കും സാനിറ്റൈസ് ചെയ്തു. അതിന് ശേഷം ആൾ പറഞ്ഞു ഇത് കുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു സ്പോട്ട് എവിടെ കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ നോസ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വരും. അപ്പോൾ ആ ലൈനിൻ്റെ മേലിലാണ് കുത്തേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് പിന്നെ ആൾ സ്പോട്ടൊക്കെ മാർക്ക് ചെയ്ത് ഒരു മാർക്കപ്പ് പെൻ എടുത്തിട്ട് സ്പോട്ടൊക്കെ വാങ്ങി. നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ്. അതിന് ശേഷം ആള് സംഭവം എടുത്ത് കുത്താൻ വന്നു ഗൈസ്. Done. It's done. Done. കുറച്ചേ ഉള്ളൂ. കൈന് കയറി ഫുള്ള് കയറി. അമ്മ അല്ല അപ്പ അല്ല. That was already almost as small. उनका रिएक्शन अलग रहता है. अब थोड़ा स्मॉल करना है क्या? ചെറുതാക്കണോ? അല്ല കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വേദനിപ്പിക്കല്ലേ, എനിക്ക് വയ്യ. ഭംഗിയുണ്ട്, രസമാണ്. അതുണ്ട്. How is it? It's nice. Very good. അത് ആനന്ദ കണ്ണീരാണോ? അങ്ങനെ അവസാനം അതും കഴിഞ്ഞു ഗൈസ്. ഇനി ഞാൻ ഈ മൂക്കുത്തി ഊരിക്കളയോ എന്താ, എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഓട്ട, ഞാനത് അടച്ചതാണ്. ഇപ്പം വീണ്ടും കുത്തി ഗൈസ്.